ഹലോ മുത്തുമണികളെ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു തണുത്ത വെളുപ്പാങ്കാലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനിന്ന് 3 മണിക്ക്, അതായത് ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. പെട്ടെന്നൊന്ന് ഉണർന്ന് നോക്കുമ്പോഴത്തേക്കും മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 3 മണിയാണ് സമയം കേട്ടോ. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അങ്ങനെ കുറേ നേരമൊക്കെ കിടക്കെ തന്നെ അങ്ങനെ കിടന്നിട്ട് പിന്നെ ഞാൻ എണീറ്റ് വന്നു. അങ്ങനെ എണീറ്റ് വന്ന് പിന്നെയും കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഹാളിൽ വന്നിട്ട് കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ അടുക്കളയിൽ കയറിയിട്ട് ഇതാ കുടിക്കാനുള്ള 2 അടുപ്പും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ അരിയൊക്കെ തിളപ്പിച്ച്, അതായത് ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഒന്നിൽ കുറച്ച് കരിങ്ങാരി വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇത് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഉപ്പുമാവിനുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, നേരത്തെ എണീക്കും കേട്ടോ. നമ്മളറിയാതെ തന്നെ ഒരു സമയത്ത് ഉണരുകയാണ്. പിന്നെ സമയം നോക്കുമ്പോൾ ഇത്രയായിരിക്കും. അപ്പോൾ പിന്നെ കിടന്ന ഉറക്കം വരില്ല. അങ്ങനെയാണ് നേരത്തെ അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു, തിളച്ചു. ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ ഉപ്പുമാവിനുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എപ്പോഴും ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉപ്പുമാവെന്ന് ആ ക്യാരറ്റിനെ എടുത്തിട്ട് കുട്ടികൾ തിന്നൂല, അങ്ങോട്ട് മാറ്റി നിർത്തും. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വളരെ നൈസായിട്ട് അതിലുള്ളത് പോലും അറിയില്ല. അപ്പോൾ അതങ്ങനെ ഉള്ളിലേക്ക് ആവുകയും ചെയ്യും കേട്ടോ. പച്ചയ്ക്ക് ക്യാരറ്റ് നല്ലോണം തിന്നും മക്കൾ, പക്ഷേ എന്തിലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് തിന്നൂല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഉപ്പുമാവിലൊക്കെ ക്യാരറ്റ് അധികം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിടും. അപ്പോൾ അത് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാനൊന്നും കിട്ടില്ല. അതിൽ ക്യാരറ്റ് അങ്ങോട്ട് ആകതാ, കാരണം നൈസായിട്ടാണല്ലോ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് നമ്മളെ അരിയൊക്കെ തിളപ്പിച്ചത് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. രാവിലെ വന്നിട്ട് ആദ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ നോക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ രാത്രി തിളപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ കുറച്ചേ കലത്തിലുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ചെകിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ആ കലത്തിലൊരു കലം കൂടെ തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തിളപ്പിക്കുമ്പോൾ കരിങ്ങാരി വെള്ളം ഇടും, പിന്നെ ഒരു ഏലക്കയും ഇട്ട് കൊടുക്കും കേട്ടോ, കാരണം ആ വെള്ളത്തിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമുക്ക് ഉപ്പുമാവ് ഇപ്പോൾ കുറച്ച് മതി, പക്ഷേ ഇത്രയും വലിയ പാത്രം വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആക്കിയിട്ടെടുക്കുക, അതായത് പൊടി പോലെ ആക്കിയിട്ടെടുക്കും. അപ്പോൾ ഇന്നലെ രാത്രി വൈകുന്നേരത്ത് നമ്മളിങ്ങനെ പറയുമല്ലോ എന്താണ് പിന്നെ നാളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കിച്ചുമോൾ പറഞ്ഞു ഉപ്പുമാവ് ഉണ്ടാക്കുക, പക്ഷേ ഡ്രൈ ആയിട്ട് വേണ്ട, കുറച്ചൊരു കുഴഞ്ഞ പോലെ വേണ്ടിട്ടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിതാ പാത്രം വെച്ച് കൊടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഉണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സവോളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറിയൊരു ഇഞ്ചി കഷ്ണമൊക്കെ അങ്ങനെ അരിഞ്ഞതും അത് ചേർത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തു കേട്ടോ. പക്ഷേ ഇങ്ങനെ ക്യാരറ്റ് ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കതിൽ ഉപ്പുമാവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഈ ഒരു ക്യാരറ്റിൻ്റെ മഞ്ഞ ഒരു തന്നെ നമ്മുടെ ഉപ്പുമാവിനുണ്ടാവും കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചെല്ലാനുള്ളൊരു മാർഗ്ഗമാണ്. അത് ക്യാരറ്റ് ഇങ്ങനെ ഉപ്പേരി വെച്ചാലോ അല്ലാതെ കഴിക്കാത്ത കുട്ടികൾക്കാണ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. കിച്ചുമോൾ കുഴഞ്ഞ് പരുവത്തിലിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു, ഉപ്പ് നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെക്കുകയാണ്. പിന്നെ തിളച്ചതിന് ശേഷം നമ്മൾ റവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനെപ്പോഴും റോസ്റ്റഡ് റവയാണ് വാങ്ങൽ കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വറക്കേണ്ട ആവശ്യമില്ലല്ലോ, എക്സ്ട്രാ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുത്തു. ഞാനങ്ങനെ ഒരു എന്താ പറയുക കപ്പിലൊന്നും മെഷർമെൻറ്റ് അങ്ങനെ ചെയ്തിട്ട് കൊടുക്കില്ല. നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ അല്ലേ, ആ ഒരു കണക്കിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞതുപോലെ ആവണം എന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചെറിയത് അതും ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല, അവർക്ക് കാണിക്കുമൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തണമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. ഇനി അതവിടെ ഇറക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം ഇട്ട് കൊടുത്തു. എന്നിട്ടത് പൊട്ടിയതിന് ശേഷം ഞാൻ പിന്നെ സവോള ചേർത്തു കേട്ടോ. സവോളയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊന്ന് മാറുമ്പോൾ നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് വാട്ടിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഈ മസാലപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. തക്കാളി ചേർക്കണമില്ല, ഓരോ സമയത്ത് ഓരോ ഇതാണല്ലോ അല്ലേ. പിന്നെ ചിക്കൻ ഇപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ ആ ഒരു ഗ്രേവിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതൊന്ന് തിളച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ മീൻകറി വെക്കണം അതേപോലെയാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. തക്കാളി ചേർക്കാൻ തോന്നിയില്ല. ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു. തക്കാളി ചേർക്കാതെ നമ്മൾ വേറെ റോസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കാതെ ഉണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഞാൻ പിന്നെ ആ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഉപ്പുമാവുമായി ചിക്കൻ കറി അവിടെ ആയോണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ചോറിൻ്റെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ കുറച്ചൊന്ന് വേവ് കൂടുതലായിട്ടുണ്ട്. ഇത് റേഷനരി ആയതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പോകും. അപ്പോൾ അതായിട്ടുണ്ട്. റേഷനരിയും അതുപോലെ തന്നെ ഈ റൈസ് കുക്കറൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലാഭം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം വേവണ വരെ ഗ്യാസിൽ വെക്കുകയും വേണ്ട. റേഷനരി ആകുമ്പോൾ പെട്ടെന്ന് വെന്തും വരും. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ അതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് അവിടെ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് കേട്ടോ. ഫൈനലി നമ്മൾ ചിക്കനൊക്കെ വെന്തതിന് ശേഷം അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നമ്മുടെ അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളം ഇരിക്കണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നിറച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളം ചേർക്കണില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തേങ്ങയിലേക്ക് അങ്ങോട്ട് ജാറിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അരച്ചെടുക്കും. അപ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. ഒരു ഫസ്റ്റ് പാൽ, 2ാം പാലം 3ാം പാലം അങ്ങനെയൊന്നുമില്ല, ഒറ്റ പാൽ അങ്ങനെ ചേർക്കുക. പിന്നെ അത് മാത്രമല്ല, തേങ്ങാപ്പാൽ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പുണ്ടെന്ന് നോക്കിയ സമയത്ത് കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു. നമ്മൾ ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചതും പിന്നെ മുളക് പൊടി എപ്പോഴും കുറച്ച് തന്നെയാണ് ഇടുക. ഇവിടുത്തെ മുളക് പൊടി അത് തീർന്ന് കിട്ടണില്ല, കാരണം അത്രയും എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് കുറച്ചല്ലേ ഉപയോഗിക്കണുള്ളൂ. നല്ലോണം കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ചിക്കനിലൊക്കെ ഇട്ടാൽ കളറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ വാങ്ങി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചോറുമായി ഈ ഒരു ഉപ്പുമാവുമായി ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ തുടച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇന്ന് വർക്കുണ്ട് കേട്ടോ. സമയം 6 മണി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ പിന്നെ റെഡി ആവാനായിട്ട് പോയി. അപ്പോഴത്തേക്കും പിന്നെ 6:30 അല്ല 6:45 കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹെൽമെറ്റ് എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ കോട്ട് കഴിഞ്ഞ ദിവസം നനഞ്ഞപ്പോൾ ഞാൻ അകത്ത് കൊടുത്ത് വിരിച്ചിട്ടിരുന്നു, അകത്തല്ല മുകളിൽ. അപ്പോൾ അതൊക്കെ അവിടെ മടക്കി വെച്ചാണ് വണ്ടിക്ക് എടുത്ത് വെക്കാൻ. എല്ലാം കഴിഞ്ഞു. ഇനി ഈ സമയം ആയതുകൊണ്ട് എനിക്ക് എന്തോ ചായ കുടിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചൂട് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടവിടെ വെച്ചിരുന്നു, ഒന്ന് തണുക്കാൻ, ചൂട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ വെക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഷൂ ഉണ്ട് പുറത്തിരിക്കണേ, അതും കൂടെ എടുക്കണം. പുറത്ത് നല്ല തണുത്തൊരു കാലാവസ്ഥ, കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെരുപ്പൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.